ഞാൻ കുറച്ച് ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ക്യാപ്സിക്കം വെച്ചിട്ട് നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കിയെടുത്താലോ? ഞാൻ ഇതിന് മുന്നേ ക്യാപ്സിക്കം ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടൊരു ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. ഇത് നന്നായി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കാരണം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ നല്ല ഉണ്ടാവും. അതേപോലെ കട്ട് ചെയ്തെടുക്കുക. ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. നല്ലോണം മൂക്കണം. സവാള അധികം മൂക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം. ഈ സവാള വാടി വന്നു, ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മതി, കളറൊന്ന് മാറി വന്നാൽ മതി. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി എന്തായാലും വെളുത്തുള്ളിൻ്റെ ചുവന്ന് പോട്ടെ. നമ്മൾ വെളുത്തുള്ളി പച്ചച്ചവർക്ക് പോയി വന്നിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളി ഉണ്ട് അരിഞ്ഞിട്ടാണ്. ഉപ്പ് എപ്പോഴും ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി, അധികം ഇട്ട് കൊടുക്കരുത്, കൂടിപ്പോവും. തക്കാളി നന്നായി വെന്ത് വന്നിട്ട് തക്കാളിയൊക്കെ വെന്ത് വന്നു. കുറച്ച് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ കുറച്ച് മഞ്ഞളുടെ പൊടിയൊക്കെ കുറേ ഒരു ചെറിയ ടീസ്പൂണിന് ഇട്ട് കൊടുത്താൽ ഇതേപോലെ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചാട്ട് മസാല 1/2 ടീസ്പൂണ് നന്നായി ഇറക്കി വെക്കുക. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയെടുക്കുക. ക്യാപ്സിക്കൊക്കെ നന്നായി ഇങ്ങനെ മസാല ചേർത്ത് എടുത്ത് വെച്ചാൽ ഇളക്കി ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി. ഇതൊന്ന് വെന്ത് വയ്ക്കുക. അപ്പോൾ ഇത് വെന്ത് വന്നാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് കടലമാവ് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഗ്രേവി കിട്ടും. അതൊന്ന് വെന്തോട്ടെ എന്നിട്ട് അപ്പോൾ നമുക്ക് കുറച്ചൊരു ഗ്രേവി കിട്ടും. ഇതേമാതിരി അത് കുറച്ച് സമയം കത്തിച്ച് വെച്ചാൽ മതി. അപ്പോൾ നല്ലൊരു ഗ്രേവിയായി. നമുക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കുറച്ച് നിലക്കടല വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. നമ്മളെ ക്യാപ്സിക്കം വന്നത് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ക്യാപ്സിക്കം വെച്ചിട്ടുണ്ടാക്കിയൊക്കെ ഒരു ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേട്ടെ. ഉണ്ടോ? ഇത് ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കട്ടോ. ഷെയർ ചെയ്യും വേണം, സബ്സ്ക്രൈബ് ചെയ്യും വേണം. എന്താ പറയുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.